പശ്ചിമബംഗാളിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് സമാനമായി അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് റെക്കോർഡ് പോളിംഗിലൂടെ പ്രതിഫലിച്ചതെന്നാണ് ബി.ജെ.പിയുടെ നിഗമനം. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് മമതാ ബാനർജി. അസമിലും ബി.ജെ.പിക്ക് ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. SIR-ന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാൾ ആര് പിടിച്ചെടുക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാജ്യം. പുറത്തുവന്ന എക്സിറ്റ് പോളുകൾക്ക് സമാനമായി 170-ൽ കൂടുതൽ സീറ്റുകൾ നേടി ബംഗാളിൽ ആദ്യമായി ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ്. 2 ഘട്ട വോട്ടെടുപ്പിലും രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് തൃണമൂലിനെതിരായ ഭരണവിരുദ്ധ വികാരമാണെന്നും തൃണമൂൽ കോട്ടകൾ പലതും തകർന്നടിയുമെന്നുമാണ് ബി.ജെ.പിയുടെ നിഗമനം. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ 2 മാത്രമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രഖ്യാപിച്ചത്. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്നും ബംഗാൾ ഒരിക്കലും ബി.ജെ.പിക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി പോയ CPM-ഉം കോൺഗ്രസും തിരിച്ചുവരവിനുള്ള പോരാട്ടം നടത്തിയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ 126-അംഗ അസം നിയമസഭയിൽ ബി.ജെ.പി. ഹാട്രിക് വിജയം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. എക്സിറ്റ് പോളിനും അപ്പുറം 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും അസമിൽ ബി.ജെ.പിയുടെ 3ാം വിജയമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. ദീർഘകാലം അസം ഭരിച്ചിരുന്ന കോൺഗ്രസിന് 30-ൽ കൂടുതൽ സീറ്റുകൾ നേടാനാകില്ലെന്നും പ്രവചനമുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ ബി.ജെ.പി. അട്ടിമറി വിജയം നേടുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. ദീദി മോദി പോരാട്ടം നടന്ന മണ്ണിൽ എക്സിറ്റ് പോളുകൾ ബി.ജെ.പിക്ക് മുൻതൂക്കം നൽകുമ്പോഴും ജനങ്ങൾ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.